ഇത് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതയാണ്. നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ വിമാനങ്ങളിലൊന്നായ കൂറ്റൻ ബോയിങ് 777 239 ആളുകളുമായി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അപകട സന്ദേശങ്ങളില്ല, അവശിഷ്ടങ്ങളില്ല, സാക്ഷികളില്ല. വർഷങ്ങളായി ഉത്തരം കിട്ടാത്ത ചോദ്യം, ഇതെങ്ങനെ സാധ്യമാകും? ചിലപ്പോൾ ഇതിനുള്ള ഉത്തരം നമ്മൾ സങ്കല്പിക്കുന്നതിലും ഭയാനകമായിരിക്കാം. ഇത് ഒരു മെക്കാനിക്കൽ തകരാറോ അഗ്നിബാധയോ അല്ലെങ്കിൽ ഒരു വിദേശ ശക്തിയുടെ വിമാന റാഞ്ചലോ ഒന്നുമായിരുന്നില്ല. തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് കോക്പിറ്റിലിരിക്കുന്ന ഒരാളിലേക്കാണ്. താനും വിമാനത്തിലുള്ള മറ്റെല്ലാവരും എന്നേക്കുമായി അപ്രത്യക്ഷമാകുമെന്ന് ആ രാത്രിയിൽ തീരുമാനിച്ച ഒരാൾ എങ്ങനെ 239 ജീവനുകൾ നശിപ്പിച്ചു എന്നതിന്റെ കഥയാണിത്. മാർച്ച് 8, 2014 ക്വാലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. ഫ്ലൈറ്റ് MH370 ബീജിംഗിലേക്കുള്ള പതിവ് രാത്രി യാത്രയ്ക്കായി തയ്യാറെടുക്കുന്നു. വിമാനത്തിൽ 227 യാത്രക്കാരും 12 ജീവനക്കാരുമുണ്ട്. അന്തരീക്ഷം ശാന്തമാണ്. ചിലർ വീടുകളിലേക്ക് മടങ്ങുന്നു. ബിസിനസ്സുകാർ മീറ്റിംഗുകൾക്കായി യാത്ര ചെയ്യുന്നു. കൂടാതെ 2 ഇറാനിയൻ യുവാക്കൾ വ്യാജ പാസ്പോർട്ടിൽ യൂറോപ്പിൽ പുതിയൊരു ജീവിതം തേടിപ്പോകുന്നു. കോക്പിറ്റിൽ ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷായും ഫസ്റ്റ് ഓഫീസർ ഫരീഖ് അബ്ദുൽ ഹമീദുമുണ്ട്. സഹാരി ഒരു വെറ്ററനാണ്. 53 വയസ്സ്, 18,000-ലധികം മണിക്കൂർ പറക്കൽ പരിചയം. പുലർച്ചെ 12:41 വിമാനം യാത്ര ആരംഭിച്ചു. വിമാനം 35,000 അടി ഉയരത്തിലെത്തി. പൈലറ്റുമാർ എയർ ട്രാഫിക് കൺട്രോളുമായി തങ്ങളുടെ പതിവ് പ്രൊഫഷണൽ രീതിയിലുള്ള ആശയവിനിമയം നടത്തുന്നു. പുലർച്ചെ 1:19 MH370 മലേഷ്യൻ വ്യോമാതിർത്തിയിലേക്ക് എത്തുന്നു. ക്വാലാലംപൂരിലെ കൺട്രോളർ കോക്പിറ്റിലേക്ക് അവരൊരു സന്ദേശം അയക്കുന്നു. ഗുഡ് നൈറ്റ്, മലേഷ്യൻ 370. ആ വിമാനത്തിൽ നിന്ന് കേട്ട അവസാന വാക്കുകൾ അവയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ട്രാൻസ്പോണ്ടർ ഓഫ് ചെയ്യപ്പെടുന്നു. റഡാർ സ്ക്രീനുകളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാകുന്നു. എയർപോർട്ടിലെ കൺട്രോളർമാരെ സംബന്ധിച്ചിടത്തോളം വിമാനം വെറുതെ അപ്രത്യക്ഷമാണ്. എന്നാൽ അത് പോയിരുന്നില്ല. അത് ഇരുട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. മിലിറ്ററി റഡാറുകൾ തിരിച്ചറിയപ്പെടാത്ത ഒരു വസ്തുവിനെ ട്രാക്ക് ചെയ്യുന്നത് തുടർന്നു. ബീജിംഗിലേക്ക് പോകുന്നതിന് പകരം വിമാനം പെട്ടെന്ന് ഇടത്തോട്ട് തിരിയുന്നു. അത് മലായ് പെനിൻസുലയ്ക്ക് കുറുകെ തിരികെ പറക്കുന്നു. ഇത് പതുക്കെയുള്ള ഒരു തിരിയലായിരുന്നില്ല. കൃത്യമായി കണക്കുകൂട്ടിയ ഒരു നീക്കമായിരുന്നു. താൻ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന ഒരാളാണ് വിമാനം പറത്തിയിരുന്നത്. ഇന്തോനേഷ്യൻ വ്യോമ അതിർത്തി ഒഴിവാക്കാൻ അതിർത്തിയിലൂടെ അത് പറന്നു. ഈ സമയത്ത് വിമാനം അതിന്റെ ഉയരത്തിൽ നാടകീയമായ മാറ്റം വരുത്തി. റിപ്പോർട്ടുകൾ പ്രകാരം അത് 45,000 അടി വരെ ഉയർന്നു. യാത്രക്കാരെയും ജീവനക്കാരെയും അബോധാവസ്ഥയിലാക്കാൻ ക്യാബിനിലെ മർദ്ദം ബോധപൂർവം കുറച്ചതാകാമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. ഈ ഉയരത്തിൽ വായു വളരെ നേർത്തതാണ്. എമർജൻസി ഓക്സിജൻ മാസ്കുകൾ താഴെ വീണു. പക്ഷേ അവ 12 മുതൽ 15 മിനിറ്റ് വരെ മാത്രമേ പ്രവർത്തിക്കൂ. എന്നാൽ കോക്പിറ്റിൽ പൈലറ്റിന് വലിയ അളവിൽ ഓക്സിജൻ ലഭ്യമാണ്. മിനിറ്റുകൾക്കുള്ളിൽ ക്യാബിനിലുള്ള എല്ലാവരും അബോധാവസ്ഥയിലേക്ക് മാറി. ഹൈപ്പോക്സിയെ ബാധിച്ച് മരിച്ചിട്ടുണ്ടാവാം. പുലർച്ചെ 2:22 വിമാനം ആൻഡമാൻ കടലിലെത്തി. മിലിറ്ററി റഡാർ പരിധിയുടെ അവസാന പോയിന്റും കടക്കുന്നു. ലോകത്തിന് MH370 നഷ്ടപ്പെട്ടു. ആശയവിനിമയ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കിയിട്ടും വിമാനം ലോകത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഓരോ മണിക്കൂറിലും ഒരു സാറ്റലൈറ്റ് ടെർമിനൽ ഇൻമാർസാറ്റ് സാറ്റലൈറ്റിലേക്ക് ഒരു പിങ് അയച്ചു. 7 മണിക്കൂറോളം ഈ സിഗ്നലുകൾ തുടർന്നു. വിമാനം തെക്കോട്ട് തിരിഞ്ഞ് സതേൺ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിജനതയിലേക്ക് പറന്നു. ഏകദേശം 8:11 അവസാനത്തെ പിങ് രേഖപ്പെടുത്തി. എഞ്ചിനുകൾ നിലച്ചു. കൂറ്റൻ വിമാനം വെള്ളത്തിലേക്ക് പതിക്കാൻ തുടങ്ങി. ചോദ്യം ഇതാണ്: എന്തിന്?
ആരാണിത് ചെയ്തത്? ശ്രദ്ധ ഉടനെ തന്നെ കോക്പിറ്റിലെ 2 പേരുകളിലേക്ക് മാറി. ഫസ്റ്റ് ഓഫീസർ ഫരീഖ് അബ്ദുൽ ഹമീദ്, ചെറുപ്പക്കാരൻ, വിവാഹ നിശ്ചയം കഴിഞ്ഞവൻ. അദ്ദേഹത്തിന്റെ ഫോൺ ഒരു ടവറുമായി ബന്ധിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും പക്ഷേ മെസ്സേജുകളൊന്നും പോയില്ലെന്നും കാണപ്പെടുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാത്ത ഒരു മനുഷ്യന്റെ നിസ്സഹായ സിഗ്നൽ. അന്വേഷണം ക്യാപ്റ്റൻ സഹറി അഹമ്മദ് ഷായിലേക്ക് തിരിഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിൽ കണ്ടെത്തിയത് അത്യാധുനിക ഫ്ലൈറ്റ് സിമുലേറ്റർ. അതിൽ MH370 പോയതുപോലുള്ള ഒരു ഫ്ലൈറ്റ് പാത ഡിലീറ്റ് ചെയ്ത നിലയിൽ. ക്വാലാലംപൂരിൽ ആരംഭിച്ച് മലാക്ക കടലിടുക്കിലൂടെ ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അവസാനിക്കുന്ന യാത്ര. സാറ്റലൈറ്റ് പിങ്ങുകൾ സൂചിപ്പിച്ച അതേ സ്ഥലം. സഹരി ഒരു മികച്ച പ്രൊഫഷണൽ ആയിരുന്നു എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. എന്നാൽ തിരശീലയ്ക്ക് പിന്നിൽ വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് കിംവദന്തികളുണ്ടായിരുന്നു. മലേഷ്യൻ പ്രതിപക്ഷ നേതാവിനെ ജയിലിലടച്ചതിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നുവെന്ന് ചിലർ പറഞ്ഞു. ഇതൊരു രാഷ്ട്രീയ പ്രതിഷേധമായിരുന്നോ, അല്ലെങ്കിൽ തകർന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ ദാരുണമായ പ്രവൃത്തിയോ? ആദ്യഘട്ട അന്വേഷണത്തിൽ മലേഷ്യൻ സർക്കാർ വിമർശിക്കപ്പെട്ടു. വൈകി വന്ന വിവരങ്ങളും സുതാര്യതയില്ലായ്മയും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് വഴിയൊരുക്കി. ഇതൊരു ഹൈടെക് വിമാനറാഞ്ചലായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈന്യം വെടിവെച്ചിട്ടതാണോ? വർഷങ്ങൾ കടന്നുപോയപ്പോൾ ഇൻമാർസാറ്റ് ഡേറ്റ മാത്രമായി ഏറ്റവും വിശ്വസനീയമായ തെളിവ്. അത് 7th ആർക്ക്, തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിദൂരമായൊരു പ്രദേശം. അവിടേക്കാണ് വിരൽ ചൂണ്ടിയത്. ഓസ്ട്രേലിയയുടെ നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സംഘം സമുദ്രത്തിനടിയിൽ തിരച്ചിൽ ആരംഭിച്ചു. 2 വർഷം, 1,20,000 ചതുരശ്ര കിലോമീറ്റർ തിരഞ്ഞു. പഴയ കപ്പലവശിഷ്ടങ്ങൾ കണ്ടെത്തി. പക്ഷേ MH370 ഒരടയാളവുമില്ല. 2015 ജൂലൈ, റീയൂണിയൻ ദ്വീപിന്റെ തീരത്ത് ഒരവശിഷ്ടം വന്നടിഞ്ഞു. അത് ചിറകിന്റെ ഭാഗമായ ഒരു ഫ്ലാപ്പറോൺ ആയിരുന്നു. അത് MH370 സ്ഥിരീകരിച്ചു. പിന്നീട് ആഫ്രിക്കയുടെയും മഡഗാസ്കറിന്റെയും തീരങ്ങളിൽ കൂടുതൽ കഷ്ണങ്ങൾ കണ്ടെത്തി. വിമാനം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തകർന്നു വീണു. ഇത് സ്ഥിരീകരിച്ചു. ഫ്ലാപ്പറോണിന്റെ വിശകലനം സൂചിപ്പിച്ചത് ലാൻഡിങ്ങിനായി വിമാനം സജ്ജമായിരുന്നില്ല. അത് നിയന്ത്രണമില്ലാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം വേഗത്തിൽ താഴേക്ക് പതിച്ചു. ഘോസ്റ്റ് ഫ്ലൈറ്റ് സിദ്ധാന്തം ഉയർന്നു വന്നു. ഇന്ധനം തീരുന്നതുവരെ ഓട്ടോ പൈലറ്റിൽ പറന്ന വിമാനം തുടർന്ന് ചുഴി പോലെ താഴേക്ക്. എന്നാൽ പല വിദഗ്ധരും വിയോജിച്ചു. അവസാനം വരെ കോക്പിറ്റിൽ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം തിരഞ്ഞെടുത്തത് കണ്ടെത്താനാകാത്ത ഒരു സ്ഥലം, ആഴക്കടൽ. ശാശ്വത നിശബ്ദത. 239 പേരുടെ ശവകുടീരമായി മാറി ആ വിമാനം. കുടുംബങ്ങളുടെ വേദന അളക്കാനാവാത്തതാണ്. ഒരു മൃതദേഹമില്ല, ഒരു വിശദീകരണമില്ല, വർഷങ്ങളായുള്ള കാത്തിരിപ്പ് മാത്രം. 2018 ഓഷ്യൻ ഇൻഫിനിറ്റി തിരച്ചിൽ നടത്തി. ഫലമില്ല. ബ്ലാക്ക് ബോക്സ് പോലും കണ്ടെത്താനായിട്ടില്ല. അവസാന നിമിഷങ്ങൾ ഇന്നും രഹസ്യം. എന്നാൽ ഈ സംഭവം വ്യോമയാന സമ്പ്രദായത്തെ മാറ്റി. ഇപ്പോൾ വിമാനങ്ങൾ കൂടുതൽ കർശനമായി നിരീക്ഷിക്കപ്പെടുന്നു. ഒരു പൈലറ്റിന് പൂർണ്ണ നിയന്ത്രണമുണ്ടാകുമ്പോൾ അതെത്ര ഭയങ്കരമായ യാഥാർത്ഥ്യമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇന്ന് ഇന്ത്യൻ മഹാസമുദ്രം നിശബ്ദമാണ്. 3 മൈൽ ആഴത്തിൽ മറഞ്ഞുകിടക്കുന്ന ഒരു രഹസ്യം. ഫ്ലൈറ്റ് MH370 ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. അതിലെ 239 മനുഷ്യർ എവിടെയാണ്? വ്യോമയാന ചരിത്രത്തിലെ തീരാ നൊമ്പരം.